സ്ട്രേഞ്ചർ തിങ്സിന്റെ സീസൺ 5 ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് സോ ഗുഡ്. ആദ്യത്തെ ഒരു 4 എപ്പിസോഡുകൾ മാത്രമേ ഇപ്പോൾ റിലീസായിട്ടുള്ളൂ. ടോട്ടൽ ഈ ഒരു സീസൺ, ഈ ഒരു ഫിനാലെ 5ാമത്തെ സീസൺ ഇവര് ഒരു 8 എപ്പിസോഡുകളായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ 8 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4 ഇപ്പോൾ, then അടുത്തൊരു 3 എണ്ണം ഡിസംബർ 31, 31 അല്ല 25-ന്, അതായത് ക്രിസ്മസ് ദിവസം, then 31-ന് അതായത് ന്യൂ ഇയർ രാത്രി നമുക്ക് ഒരു എപ്പിസോഡും അത് ഒരു 2 മണിക്കൂറിന് മുകളിൽ റൺ ടൈം ഒന്നുണ്ട് അത്. സോ മൊത്തത്തില് എല്ലാ എപ്പിസോഡിനും റൺ ടൈം ഭയങ്കര കൂടുതലാണ്. ഒരു 1 മണിക്കൂറിന് മുകളിൽ. ഇപ്പൊ ഈ ഇറങ്ങിയിരിക്കുന്ന 4 തന്നെ ഒരു അറൗണ്ട് ഒരു 5 മണിക്കൂറിനടുത്ത് റൺ ടൈം ഉണ്ട് എല്ലാം കൂടി കൂട്ടിയിട്ട്. അവസാനത്തെ 4ാമത്തെ എപ്പിസോഡ് ഒരു 1½ മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു. സോ ഇത്രയും റൺ ടൈം എടുത്ത് ഒരു വലിയ ഒരു 2, 3 പടം കാണുന്ന ടൈം എടുത്തിട്ടായിരിക്കും നമുക്ക് ഈ സാധനം വരാ. മറ്റേതൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഒരു 40 മിനിറ്റ് 50 മിനിറ്റ് മാക്സ്. സോ ഇനീഷ്യലി ഈ സീസൺ തുടങ്ങുമ്പോൾ തന്നെ എനിക്കുണ്ടായിരുന്ന മെയിൻ കൺസേൺസിലൊന്ന് ഈ സാധനം ഇവര് വലിപ്പിച്ച് കൊളാക്കാൻ പോവാണോ എന്നുള്ളതാണ്. ഇതിനു മുമ്പ് നെറ്റ്ഫ്ലിക്സിന്റെ പല സീരീസുകളും നമ്മളിത് കണ്ടിട്ടുണ്ട്. അനാവശ്യമായിട്ട് വലിപ്പിച്ച് അത്ര സീസൺ തന്നെ ആവശ്യമില്ലാന്ന് നമുക്ക് തോന്നും. ഇത്ര എപ്പിസോഡുകൾ ആവശ്യമില്ലാന്ന് തോന്നും. പക്ഷെ ഇതിലിവര് എനിക്കുണ്ടായിരുന്ന ഒരു കൺസേൺ ഇവര് നേരെ ഉൾട്ടയാക്കി തിരിച്ചു തന്നു. അതായത് നമുക്ക് കുറെ സാധനം കണ്ടാൽ നമുക്ക് മതിയാവില്ലേ? ഇതിലങ്ങനെയല്ല. ഈ ക്യാരക്ടേഴ്സ് നമ്മൾ ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിലും 4 സീസണിൽ ഇവര് കണ്ടിട്ടുണ്ടെങ്കിലും ഈ 5ാമത്തെ സീസണിലേക്ക് വരുമ്പോ ഇത് കഴിയാൻ പോവാണല്ലോ എന്നോർത്ത് ഇവരുടെ റൺ ടൈം പോരാ, അല്ലെങ്കിൽ ഇവരുടെ സ്ക്രീൻ ടൈം പോരാ. ഇനിയും വേണം, ഇനി ഇവരുടെ കൂടെ തന്നെ ഇരിക്കണം എന്ന് തോന്നുന്ന രീതിയിലാണ് ഫുൾ ഓൺ ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ എല്ലാ എപ്പിസോഡിനും ഇറ്റ്സ് സോ എൻഗേജിങ്. റൺ ടൈം ഒന്നും നിങ്ങൾ നോക്കണ്ട. ഇറ്റ്സ് സോ എൻഗേജിങ്. നല്ല കിടിലനായിട്ട് സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഈ സ്ട്രേഞ്ചർ തിങ്സിന്റെ ഇനീഷ്യൽ ഫോർമുല? ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. ഈ ഓരോ എപ്പിസോഡും ക്ലിഫ് ഹാങ്ങറെ കൊണ്ട് വെക്കുക. ഞാൻ ഈ സീരീസുകൾ കാണാൻ തുടങ്ങുന്ന സമയത്ത് ഇനീഷ്യലി കാണുന്നു, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 5 സീരീസുകളിലുള്ളിൽ പെടുന്ന ഒന്നായിരുന്നു സ്ട്രേഞ്ചർ തിങ്സ്. ഇപ്പോൾ അന്നിറങ്ങിയ ഗെയിം ഓഫ് ത്രോൺസും ദെൻ ബ്രേക്കിംഗ് ബാഡ് അങ്ങനത്തെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ കാണുന്ന സീരീസ് ആയിരുന്നു സ്ട്രേഞ്ചർ തിങ്സ്. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അത് തന്നെയാണ് ഈ സീരീസിനെ ഇത്ര പോപ്പുലർ ആക്കിയതും എല്ലാവരെ കൊണ്ട് ഇഷ്ടപ്പെടുന്നതും. കാരണം ഭയങ്കര ലെയ്മനായിട്ട് ഇങ്ങനെ പടപടാന്നിങ്ങനെ കഥ പറഞ്ഞു പോയി ഓരോ എപ്പിസോഡും ക്ലിക്ക് ഹാങ്ങറിൽ കൊണ്ട് വെച്ചിട്ട് ആയിരിക്കും അടുത്തേക്ക് പോവുക. ഇതിപ്പോൾ പണ്ട് മറ്റേ പ്രിസൺ ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ക്ലിപ്പ് ഹാങ്ങർ കാരണമാണ് നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് പോവാറ്. സോ ആ ഒരു സാധനം ക്ലിപ്പ് ഹാങ്ങർ എന്നുള്ളത് ഇപ്പം ഇറങ്ങുന്ന പല സീരീസുകൾക്കും ഇതുപോലെ ഇൻജെക്ട് ചെയ്ത് വെക്കാറുണ്ട്. അതായത് വെറുതെ ഇങ്ങനെ കുത്തിക്കയറ്റി ക്ലിഫ് ഹാങ്ങർ വെക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് വെക്കുന്ന സാധനം. അതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മുഖത്തിൽ പുച്ഛാ വരിക. പക്ഷെ ഇതിലങ്ങനെയല്ല. പ്രോപ്പറായിട്ട് നല്ല നീറ്റ് ആൻഡ് വെടിപ്പായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ചില സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ ഗൂസ് ബംസ് വരുന്ന രീതിയിൽ, എൻ്റെ മോനെ അടുത്ത് ഇപ്പം തന്നെ കാണണം എന്നുള്ള രീതിയിൽ നമ്മള് അടുത്ത എപ്പിസോഡ് ഞെക്കിയിരിക്കും അപ്പം തന്നെ. ആ രീതിയിൽ കൊണ്ട് വെക്കുന്നുണ്ട്. ഇതില് ടോട്ടൽ ഇപ്പൊ 4ാമത്തെ സീസണൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ പേഴ്സണലി മിസ്സായി എന്ന് വിചാരിച്ച കുറെ സാധനങ്ങളുണ്ട്. അതായത് എന്തിനിപ്പം അങ്ങനെ ഒരു സീസണിന്റെ ആവശ്യം ഉണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ച കുറെ സാധനങ്ങൾ അതെടുത്തിട്ട് ഇവിടേക്ക് കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് അത് പ്രോപ്പറായിട്ട് ഇതിന്റെ ആ ഒരു സ്റ്റോറി ലൈനോട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പോകുന്നത് കാണിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും. പ്രത്യേകിച്ച് ഇതിലെ 2ാമത്തെ സീസൺ കുറേ പേരൊക്കെ മറന്നിട്ടുണ്ടാവും. എനിക്ക് ആ സീസണിൽ വന്നിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സും അങ്ങനെ ഒരു സീസണിന് തന്നെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നിപ്പോകുന്ന പല കാര്യങ്ങളും ആ സീസണിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സീസൺ ഈസ് സോ ഇമ്പോർട്ടന്റ്. അതായത് സെക്കൻഡ് സീസൺ ഈസ് സോ ഇമ്പോർട്ടന്റ് ഇൻ ദിസ് 5th സീസൺ. അതായത് ഇതും അതുമായിട്ടാണ് പ്രോപ്പർ കണക്ഷൻ വരുന്നത്. ഇതിന് മുമ്പില്ലാത്ത കണക്ഷൻ ഇല്ലാന്നൊന്നുമല്ല. പക്ഷെ അതിൽ നമ്മൾ മറന്നുപോയ, നമ്മൾ വിട്ടുപോയിട്ടുള്ള കുറേ സാധനങ്ങൾ പ്രോപ്പറായിട്ട് ഇതിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അത് ഗംഭീരമായിട്ട് എലിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് പറ്റിയിട്ടുമുണ്ട്. സോ ദ ക്യാരക്ടേഴ്സ്, അതായത് സീസണിൽ ഫുൾ ഓൺ ത്രൂ ഔട്ട് ആയിട്ട് കാണിച്ചിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സിനെ മിസ്സാക്കാതെ എല്ലാത്തിനെയും റിട്ടേണാക്കി കൊണ്ടുവന്ന് പുതിയ അഡീഷനായിട്ട് കുറേ ഒരു ചെറിയ കണ്ണാടി വെച്ച കുറേ പയ്യനൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തെ അഡീഷണൽ ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് വരുമ്പോഴും അഡീഷണൽ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനീഷ്യലി ഫസ്റ്റ് ടൈം സ്ട്രേഞ്ചർ തിങ്സ് കാണുമ്പോൾ ഈ ഒരു അപ്സൈഡ് ഡൗൺ എന്നുള്ള ഒരു വേൾഡ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന എക്സൈറ്റ്മെന്റ് പോലെ തന്നെ അതിന്റെ കൂടെ ഇത് മാത്രം പോരാ, ഇനിയും കുറേ സാധനങ്ങൾ അതിലുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ വേറൊരു ഫിനോമിന ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് 5th സീസണിൽ. സോ ഇതിങ്ങനെ ഇത് പോരാ, ഇതിങ്ങനെ ബ്രാൻഡാക്കി ഇവർ, എനിക്ക് തോന്നുന്നു ഇവർ ഈ സ്ട്രേഞ്ചർ തിങ്സ് എന്നുള്ള ഒരു വേൾഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇനി ഇവർക്ക് കുറേ സാധനങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ കൊണ്ട് നിർത്തുന്നുണ്ട്. അല്ലാണ്ട് ഈ കഥ എങ്ങനെയായിരുന്നു, ഇത് എങ്ങനെയെങ്കിലൊക്കെ തട്ടിക്കൂട്ടി അവസാനിപ്പിക്കണം എന്നല്ല. അല്ല, ഇത് ഒരു വിഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ അവസാനിക്കണം എന്ന് പറഞ്ഞാൽ അതിലേക്കാണ് ഇവരുടെ ഈ പോക്ക്. സോ ഇതിന്റെ ഒരു പോക്ക് കണ്ടിട്ട് ഒരു ഗംഭീര ഫിനാലെ ആയിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഒട്ടുമിക്ക ഇപ്പം ഇറങ്ങുന്ന എല്ലാ സാധനങ്ങളിലും ഫിനാലെ ഭയങ്കര അലമ്പാവാറുണ്ട്. ഒരുപാട് കോൺട്രോവേഴ്സീസ് ഉണ്ട്. ഒരുപാട് ഫാൻസിന് അതൊന്നും പറ്റാറില്ല. ഭയങ്കര ഒരുപാട് പോപ്പുലറായി ഗെയിം ഓഫ് ത്രോൺസിന് പോലും അത് സംഭവിച്ചതാണ് നമുക്കറിയാം. ഫാൻസിന്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. പക്ഷെ ഇതിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇവര് തറമാണ പണ്ണലാണ് പണ്ണാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായും ഡഫർ ബ്രദേഴ്സ്. അവർക്കറിയാം എവിടെ എന്ത് ചെയ്യണം എന്നുള്ളത്. ആൻഡ് ഇതിന്റെ മേക്കിംഗ് ഈസ് സോ ഗുഡ്. ഇതിന്റെ സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ കഴിഞ്ഞതിൽ കണ്ട ആ ഒരു 4th സീസണിൽ കണ്ട ആ ഒരു ടോട്ടൽ അബോമിനേഷൻ അത് കഴിഞ്ഞിട്ട്
ആ ഹോക്കിൻസ് എല്ലാം പഴയ പോലെ തന്നെ ഫുൾ മിലിറ്ററിക്കാരൊക്കെ വന്ന് ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള നമ്മൾ കണ്ടിട്ടുള്ള മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെ അവർക്ക് എങ്ങനെയെങ്കിലും ആ ഒരു വെക്റ്റിനെ കൊല്ലണം എന്നുള്ള ആ ഒരു കാര്യത്തിന് ആ ഒരു ടാസ്കിനായിട്ട് അവർ ഇറങ്ങിത്തിരിക്കുന്നു. തുടർന്ന് നടക്കുന്ന കാര്യങ്ങളായിരിക്കും ഇതിൽ കാണാൻ പോകുന്നത്. നമുക്ക് ട്രെയിലർ കണ്ടാൽ തന്നെ അറിയാം എങ്ങനെയാണ് പോക്കുന്നുള്ളത്. ഇതൊരു കംപ്ലീറ്റ് ചെയ്യണം. ഈ ഒരു വെക്റ്റിനെ തീർക്കണം. പക്ഷെ അതിന്റെ ഇടയിൽ കുറെ സാധനങ്ങൾ വെച്ച്, കുറെ ക്ലിഫ് ഹാങ്ങേഴ്സ് വെച്ച്, കുറെ ട്വിസ്റ്റഡ് സാധനങ്ങളൊക്കെ വെച്ച് നമുക്കറിയാം ഈ ക്യാരക്ടേഴ്സിനെ ഒരു ചെതറിക്കും. ഒരുമിച്ചുള്ള ക്യാരക്ടേഴ്സിനെ ചെതറിച്ച് പല പല സിറ്റുവേഷനിൽ കൊണ്ടിട്ട് അവിടെന്നാണ് പിന്നെ ഈ കളി നടത്തുക. അത് അതേപടി ഇതിൽ ചെയ്യുന്നുണ്ട്. അതും ഒട്ടും വലിപ്പിക്കാതെ ഫസ്റ്റ് എപ്പിസോഡിന്റെ ഒരു തുടക്കത്തിൽ തന്നെ ഇവരിങ്ങനെ ചെതറി. പിന്നീട് അങ്ങോട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം നീങ്ങുക. ആൻഡ് ഇതില് മില്ലി ബോബി ബ്രൗണിന് സൂപ്പർമാന്റെ പോലെ ഈ ഒരു ചുമന്ന ചെട്ടി പുറത്തിട്ട് നടക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. ഇനി അവിടുത്തെ വല്ല സ്പോർട്സ് കോസ്റ്റ്യൂം ആണോ? എനിക്ക് അത് മാത്രം എനിക്കൊരു പിടുത്തം കിട്ടിയില്ല. അതാ എന്താണത്? ഈ സൂപ്പർമാൻ ഇൻസ്പയർഡ് ആയിട്ടാണോ? പിന്നെ മില്ലി മാത്രാണ് എനിക്കൊരു ഒരു 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 കല്ലുകടായിട്ട് തോന്നിയത്. മില്ലിയെ ബേസ് ചെയ്തിട്ടാണ് ഈ സാധനം മുഴുവൻ പോയത്. എലവൻ എന്ന ക്യാരക്ടർ സോ ഇമ്പോർട്ടന്റ് ശരിയാണ്. പക്ഷേ കുറെ ഓടുന്ന കുറെ സീക്വൻസുകളൊക്കെ ഉണ്ട്. മില്ലിക്ക് വയ്യ. ഐ തിങ്ക് എന്താ അറിയില്ല. ആ ഒരു ഒരു ഓടാൻ വയ്യാത്ത പോലെ, കുറച്ച് ഏജ്ഡ് ആയ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ദെൻ ആ ഒരു ക്യാരക്ടറിനെ ഈ ഒരു ഇമ്മാതിരി ഒരു വൃത്തികെട്ട കോസ്റ്റ്യൂമും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എനിക്കൊരു ഇത് ശരിയല്ലല്ലോ എന്ന് തോന്നിയത്. കാരണം പ്രത്യേകിച്ച് ഓടുന്ന സീക്വൻസുകളിൽ അത് വയ്യാന്നുള്ളത് ശരിക്കും വൃത്തിക്ക് അറിയുന്നുണ്ട്. അത് മാത്രമാണ്. ബാക്കി പക്ഷേ എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയായിട്ടുണ്ട്. അവരൊക്കെ പ്രോപ്പറായിട്ട് സെറ്റാക്കി തന്നെ വന്നിട്ടുണ്ട്. ദെൻ ഞാൻ ഈ പറഞ്ഞ പോലെ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുറെ ക്യാരക്ടേഴ്സും പഴയ റിക്കറിംഗ് ആയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ആൻഡ് ഇതിനേക്കാൾ ഉപരിയായിട്ട് ദി മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ് ഈ സീസൺ ഇവരൊരു 18+ അല്ലെങ്കിൽ അഡൾട്ട് ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ട് ഇറക്കിയ ഒരു സാധനമാണ്. ഇതിന്റെ റേറ്റിംഗ് അല്ലെങ്കിൽ തന്നെ മാറിയിട്ടുണ്ട്. മറ്റേ ഈ PG-13 എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ തന്നെ ഒരു 18+ സാധനമാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം ഇതിൽ ഒരുപാട് വയലന്റ് ആയിട്ടുള്ള ബ്ലഡ് ബാത്ത് പറഞ്ഞ സാധനങ്ങളൊക്കെ അതിന്റെയൊക്കെ ഒരു തുടക്കം മാത്രമാണ് നമുക്ക് അവസാനം ആ ഒരു 4ാമത്തെ എപ്പിസോഡിലേക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിന്റെ ആ ഒരു 4ാമത്തെ എപ്പിസോഡ്, അതിന്റെ ആ ഒരു എൻഡിങ്, പീക്ക് രോമാഞ്ചം എന്ന് പറഞ്ഞാൽ പീക്ക് സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് കണ്ടു കഴിയുമ്പോൾ അമ്മ! ഇതിലേക്കാണ് ഇവര് വരുന്നത് എന്നുള്ളത് കൊണ്ട് നിർത്തുന്ന ആ ഒരു എലമെന്റ് ഇല്ലേ, അത് പൊളിഞ്ഞ് അങ്ങോട്ട് ഇവർക്ക് പൊളിച്ചടുക്കാം. അങ്ങ് ആ രീതിയിൽ കൊണ്ടൊരു സാധനം കൊണ്ട് വെക്കുന്നുണ്ട്. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനമല്ല. നമ്മളിപ്പോ ഇങ്ങനെ നടക്കും, അങ്ങനെ നടക്കുമെന്ന് വിചാരിക്കുമ്പോഴാണ് ഈ ഈ എന്തിലേക്കാണ് ഇവരുടെ പോക്ക്? എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞ് അതാണ് ഞാൻ പറഞ്ഞത്. സെക്കൻഡ് സീസൺ നിങ്ങൾ കാണണം. ഈ സെക്കൻഡ് സീസൺ സോ ഇമ്പോർട്ടന്റ്. അതിൽ നടക്കുന്ന കുറെ ഇവന്റ്സും ഇതിലേക്ക് വരുന്നുണ്ട്. സോ അതാണ് ഇപ്പോ ടോട്ടൽ ഇപ്പോ 3, 4 സീസണുകളിലൊക്കെ അല്ലെങ്കിൽ 4ാമത്തെ സീസണിന്റെ ഒക്കെ ഒരു റീക്യാപ്പ് കണ്ടാൽ നിങ്ങൾക്കത് കിട്ടില്ല. ഐ തിങ്ക് ടോട്ടൽ റീക്യാപ്പ് ഇതിൽ ഇടയിൽ കാണിക്കുന്നുണ്ട്. ആ റീക്യാപ്പെങ്കിലും, അതായത് ഈ സീസൺ 5 തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു റീക്യാപ്പ് കാണിക്കുന്നുണ്ട്. ആ റീക്യാപ്പ് ഒന്ന് ശ്രദ്ധിച്ച് കാണണം. അതിൽ ഈ സെക്കൻഡ് സീസണിലുള്ള കുറെ കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട്. സോ ഞാൻ ഏത് ക്യാരക്ടറാന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് അത് പറഞ്ഞാൽ ചിലപ്പോൾ അത് സ്പോയിലർ ആവും. ആ ഒരു ക്യാരക്ടറിന്റെ ഒരു 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 ട്രാൻസ്ഫോർമേഷൻ പോലൊരു സാധനമുണ്ട്. ദാറ്റ്സ് സോ ഗുഡ്, സോ സാറ്റിസ്ഫൈയിങ്. സോ നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇതൊരു ഗംഭീര ഫിനാലെ ആവുമെന്ന് പ്രതീക്ഷിക്കാം. എനിക്ക് ബാക്കി ഇതിന്റെ ഇറങ്ങുക ഈ പറഞ്ഞ ക്രിസ്മസ് ദിവസവും ന്യൂ ഇയർ ദിവസമൊക്കെ തന്നെയാണ്. എനിക്ക് മെയിൻ കൺസേൺ ഉണ്ടായിരുന്നു ഈ റൺ ടൈം ആയിരുന്നു. അത് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. എനിക്ക് പോരാന്നാണ് തോന്നിയത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ. ഇനിയും വേണം. ഇനിയിപ്പോൾ ഒരു മാസം കാത്തിരിക്കണമല്ലോ എന്നുള്ളൊരു തോന്നലാണ്. സോ ഐ ആം സോ എക്സൈറ്റഡ് ആൻഡ് ഇതുവരെ കണ്ടത് ഈസ് സോ സാറ്റിസ്ഫൈയിങ്. സോ എന്താണ് സീസൺ 5ന്റെ ഈ ഒരു 4 എപ്പിസോഡുകൾ, ഈ ഒരു വോളിയം 1 എന്ന് പറയുന്ന 4 എപ്പിസോഡുകൾ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയോട് വീണ്ടും കാണാം. നന്ദി.